തൃശൂർ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഏഴാറ്റുമുഖം ഗണപതി. റോഡിലിറങ്ങിയ കാട്ടാന സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും മറിച്ചിട്ടു. ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുകയാണ്. വിവരങ്ങളുമായി സാനുക്ക് സജ്ജീകരിച്ചിരുന്നു. സാനു, ഇപ്പോൾ അതിരപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ജനവാസ മേഖലയിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? കാട്ടാനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? അമല, തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്രദേശത്താണ് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായത്. ജനവാസ മേഖലയിലും ഒപ്പം തന്നെ റോഡ് മുറിച്ചു കിടക്കുന്ന നിലയിലേക്ക് ആന വന്നിരിക്കുകയാണ്. ഈ മതപ്പാടിലുള്ള ആനയാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ് വനംവകുപ്പ്. അതായത് ആനയുടെ സഞ്ചാരപഥം അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്കിടയിലേക്ക്, അല്ലെ ജനവാസ മേഖലയിലിടയിൽ വീടുകൾക്കിടയിലേക്ക് ആന വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്രദേശമൊക്കെ കാട്ടാനയുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമുള്ള പ്രദേശമാണ്. കാട്ടാനയുടെ അക്രമങ്ങളൊക്കെ തുടർച്ചയായിട്ടുണ്ടാവുന്ന പ്രദേശമാണ്. വനംവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവാത്തതാണ് തുടർച്ചയായിട്ട് കാട്ടാന ശല്യം രൂക്ഷമാവാൻ കാരണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഫെൻസിംഗ് വേലികളുടെ നിർമ്മാണം നടക്കാത്തതും ഈ പ്രദേശങ്ങൾ കാട്ടാനയുടെയും ഒപ്പം തന്നെ വന്യമൃഗ സാന്നിധ്യമൊക്കെ തുടർച്ചയായിട്ടുണ്ടാവാനായിട്ടുള്ള കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ഗണപതി എന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരിട്ടിരിക്കുന്ന വിളിപ്പേരുള്ള കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ വൈദ്യുതി ലൈനുകളടക്കം, വൈദ്യുതി പോസ്റ്റുകളടക്കം തച്ചുടച്ചുകൊണ്ട്, അതേപോലെ തന്നെ മരങ്ങളടക്കം കുത്തിമറിക്കുന്ന ഒരു നിലയിലേക്ക് കാട്ടാന മാറിയിരിക്കുകയാണ്. എത്രയും വേഗം കാട്ടാനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് വനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുയർന്നിട്ടുള്ളത്. അമൽ.